ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി എൻജിൻ സൗണ്ടായിട്ട് വന്നിരുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഗിയർ ബോക്സിൻ്റെ ഈ ബെയറിങ് കംപ്ലൈൻറ്റ് 6001 എന്ന് പറയുന്ന നമ്പറുള്ള ബെയറിങ് കംപ്ലൈൻ്റ് ആയിട്ടായിരുന്നു ആ പ്രോബ്ലം കാണിച്ചിട്ടുണ്ടായ. അപ്പോൾ നമ്മളത് മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ആ ഒരു വീഡിയോ നമ്മൾ എടുത്ത് അയച്ചാണെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിലവിലിപ്പോൾ ചെയ്തേക്കുന്നത് ഗിയർ ബോക്സിൻ്റെ ബെയറിങ് മാറ്റി, ഗിയർ ബോക്സിൻ്റെ 4 ബെയറിങ്, ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ വന്ന എല്ലാ ബെയറിങ്ങും മാറ്റിയിട്ടുണ്ട്. പിന്നെ സിലിണ്ടറിന് അത് സ്ക്രാച്ച് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ അഴിക്കുമ്പോൾ ചെറിയൊരു സ്ക്രാച്ച് കാണിച്ചത് പ്രകാരം നമ്മളത് സിലിണ്ടർ ബോർ ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്തത്. അപ്പോൾ മാക്സിമം ചിലവ് ചുരുങ്ങിയ രീതിയിലാണ് ചെയ്തേക്കണേ. ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങുകൾ മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് സിലിണ്ടർ ബോർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്യാസ്കറ്റുകൾ, ഓയിൽ സീല് അതെല്ലാം മാറ്റിയിട്ടാണ്, സ്പാർക്ക് പ്ലഗ് അടക്കം മാറ്റിയിട്ടുണ്ട്. അത്രയും ഭാഗം ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സാധാരണ നമ്മൾ എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ അഴിക്കുമ്പോൾ നമ്മൾ വാറണ്ടിയിൽ ചെയ്യണമെന്ന് വെച്ചാൽ 1 ഇയർ വാറണ്ടിയിലാണ് സാധാരണ രീതിയിൽ എഞ്ചിൻ വർക്ക് ചെയ്യാറ്. അങ്ങനെ ചെയ്യണത് എന്ന് പറയുമ്പോൾ നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റ്, സിലിണ്ടർ തുടങ്ങിയിട്ട് വാൽവ് ഗൈഡ് കാര്യങ്ങളൊക്കെ മാറ്റി, ക്ലച്ച് ഡിസ്ക്, അതിൻ്റെ ക്യാം ചെയിൻ ടെൻഷനർ എല്ലാം മാറ്റി ചെയ്യുന്ന വണ്ടികളിൽ നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഒരു 1 ഇയർ നമ്മൾ വാറണ്ടി പറയാറുണ്ട്. ഇതിനും നമുക്ക് ഓൾറെഡി നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരിൽ വാറണ്ടി ഇല്ല. പക്ഷെ നമുക്ക് ഈ സിലിണ്ടർ ബോർ ചെയ്തേക്കണത് ലെയ്ത്ത് വർക്കിലാണ്. അപ്പോൾ അവർ അതിനൊരു വാറണ്ടി കൃത്യമായിട്ട് 1 ഇയർ പറയുന്നുണ്ട്. അത് ക്രാങ്ക് ഷാഫ്റ്റ് കംപ്ലൈൻറ്റ് വന്നിട്ട് സിലിണ്ടർ പോയി കഴിഞ്ഞാൽ അതിനും കിട്ടില്ല. അതിന് കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. പക്ഷേ നിലവിൽ ക്രാങ്ക് ഷാഫ്റ്റ് ഒന്നും കംപ്ലൈൻറ്റ് ഇല്ല. അപ്പോൾ നിലവിൽ സിലിണ്ടർ ബോർ ചെയ്ത് കയറ്റി വണ്ടി ക്ലിയറാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾ എടുത്ത് പറയേണ്ട കേസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എഞ്ചിൻ വർക്കായിട്ടെന്ന് പറയുമ്പോൾ ഫുൾ എഞ്ചിൻ വർക്ക് എന്നുള്ള രീതിയിലല്ല ചെയ്തേക്കണേ. ആ ഗിയർ ബോക്സിൻ്റെ കംപ്ലൈൻറ്റും കൊണ്ടാണ്, ഗിയർ ബോക്സ് ബെയറിങ് പോയ കംപ്ലൈൻറ്റ് കൊണ്ട് വന്ന കംപ്ലൈൻറ്റ് അത് സോൾവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ഫുള്ളായിട്ട് എഞ്ചിൻ അഴിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലേബർ ചാർജ് അടക്കം സെയിം എഞ്ചിൻ വർക്കിൻ്റെ ലേബർ തന്നെ വരുന്നത് സാധാരണ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓൾറെഡി നിലവിൽ ആ 1 ഇയർ സിലിണ്ടർ ബോറിങ്ങിൻ്റെ വാറണ്ടി മാത്രമാണ് നമുക്ക് നിലവിലുള്ളൂ. നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരിലുള്ള വാറണ്ടി ഇല്ല. കാരണം അത് നമ്മൾ മറ്റേപാട് ചെയ്യുമ്പോഴാണ് ഉണ്ടാവാറ്. അപ്പോൾ മാക്സിമം ചിലവ് ചുരുങ്ങിയ രീതിയിലാണ് നമ്മൾ ചെയ്തേക്കണേ. പിന്നെ അത് കൂടാണ്ട് പിന്നെ നമുക്ക് വേറെ വാട്ടർ സർവീസ്, ഈ ഫ്ലാപ്പ് സെറ്റ് ചെയ്യുക, അങ്ങനെ 1-2 വർക്കുകളാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് മാത്രമാണ് നമ്മൾ ചെയ്തേക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഓൾറെഡി ഇങ്ങനെ ആണ് ചെയ്തേക്കണമെങ്കിൽ പോലും നമുക്ക് അതിനകത്ത് ഈ ഫസ്റ്റിലത്തെ ഒരു 1000 കിലോമീറ്റർ കഴിയുമ്പോൾ എൻജിൻ ഓയിൽ മാറ്റുകയും അതിൻ്റെ ഉള്ളിൽ തന്നെ ഫിൽറ്റർ ക്ലീൻ ചെയ്യുകയും നിർബന്ധമായിട്ടും ചെയ്യണം. കാരണം നമ്മൾ എൻജിൻ അഴിച്ച് ക്ലീൻ ചെയ്തൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നമ്മൾ കോട്ടൺ വേസ്റ്റൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സിലിണ്ടറിൻ്റെ സ്ക്രീൻ ഫിൽറ്ററിൽ, അതായത് ഓയിൽ ഫിൽറ്റർ സ്ക്രീൻ ഫിൽറ്ററിൽ വന്നത് ബ്ലോക്ക് വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഓയിലിൻ്റെ പമ്പിങ് ഒക്കെ കുറയും. അങ്ങനത്തെ ഒരു പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത ഇതേ ഡേറ്റ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ 1000 കിലോമീറ്റർ ഓട്ടം കൂടുതലാണ്, ഈ 1000 കിലോമീറ്റർ എന്നുള്ളത് പെട്ടെന്ന് വരും. ഇനി ഓട്ടം കുറവാണെങ്കിൽ പോലും ഒരു മാസം കംപ്ലീറ്റ് ആകുമ്പോൾ വന്നിട്ട് നമ്മൾ അതിൻ്റെ ഓയിൽ മാറ്റണം. ഓയിൽ ഫിൽറ്റർ മാറ്റി ക്ലീൻ ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യണം. അത് നമുക്ക് വണ്ടിയുടെ ശരിക്കും പറഞ്ഞാൽ എഞ്ചിനകത്ത് വരുന്ന ഓയിൽ സർക്കുലേഷൻ കൃത്യമാവാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്തെങ്കിലും വേസ്റ്റിൻ്റെ പൊടിയോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് സ്ക്രീൻ ഫിൽറ്ററിൽ വന്നിട്ട് ഒരു നെറ്റ് പോലത്തെ ഒരു ഐറ്റാണ്, അതിൻ്റെ ഉള്ളിൽ വന്ന് ബ്ലോക്ക് വരും. അത് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ അത് നമ്മൾ അതിന് ഉപേക്ഷ വിചാരിക്കരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു വർക്കാണ്. അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യാറുള്ള ജനറലായിട്ടുള്ള രീതിയിലൊക്കെ സർവീസ് ചെയ്യുക. എൻജിൻ ഓയിൽ 3000 കിലോമീറ്ററിൽ ഒരിക്കൽ മാറ്റുക. അതൊക്കെയാണ് ബാക്കിയത്തെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ വർക്ക് കൃത്യമായിട്ട് ചെയ്തു കൊള്ളണം കേട്ടോ നമുക്ക്. അതേപോലെ തന്നെ ആ ലെയ്ത്തിൻ്റെ ബില്ല്, നമ്മൾ ചെയ്തേക്കണ വർക്കിൻ്റെ ലെയ്ത്തിലെ ബില്ല് നമ്മൾ തരാം. അത് കൃത്യമായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ അത് 1 വർഷം വരെയൊക്കെ അത് സൂക്ഷിക്കുക. എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ്, ബോറിങ്ങുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അത് വാറണ്ടി ക്ലെയിം ചെയ്ത് നമുക്കത് മേടിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വാട്ടർ സർവീസ് കാര്യങ്ങളോട് ചെയ്യാനുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ബില്ല് ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി വാട്സാപ്പിലേക്ക് ഇടാം. നമുക്ക് വൈകുന്നേരത്തേക്ക് വണ്ടി എടുക്കാനും പറ്റും കേട്ടോ. ആ രീതിയിൽ വർക്ക് ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ.